നാസർ, ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് വെടിനിർത്തലും ബന്ദിമോചന ചർച്ചകളും അടക്കം ഇപ്പോൾ ഒരു കയ്യകലത്തിലാണ്. എങ്ങനെയാണ് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടുണ്ടോ ഇസ്രായേൽ? പക്ഷെ എന്തായാലും വലിയ ആഹ്ലാദം അലയടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു വംശഹത്യ അതിന്റെ 2ാം വർഷം പൂർത്തീകരിക്കപ്പെടാൻ ഇനി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ്. തികച്ചും നാടകീയം എന്ന് തന്നെ നാം വിലയിരുത്തേണ്ടി വരികയാണ്. വളരെ കൃത്യമായിട്ടുള്ള ചില നാടകീയമായിട്ടുള്ള നീക്കങ്ങളാണ് ഇന്ന് വെളുപ്പിന് അരങ്ങേറിയിരിക്കുന്നത്. കാരണം ഇന്നലെ വൈകിട്ട് ട്രംപ് ഹമാസ് നേതൃത്വത്തിന് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. നാളേക്കകം, അതായത് ഞായറാഴ്ചക്കകം തന്നെ ഒരു തീരുമാനം, അനുകൂലമായിട്ടുള്ള തീരുമാനം തന്റെ പദ്ധതിയിൽ അറിയിക്കണം. അല്ലാത്ത സാഹചര്യത്തിൽ കൂടുതൽ നരകതുല്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വരും. ഇത് അവസാനത്തെ മുന്നറിയിപ്പാണെന്ന് പറഞ്ഞു. ഏതാണ്ട് മണിക്കൂറുകൾക്കകം ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തന്നെ ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് തങ്ങളുടെ നിലപാട് കൈമാറി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത് ബന്ദികളുടെ കൈമാറ്റത്തിന് തങ്ങൾ സന്നദ്ധമാണ്. മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് തുറന്ന ചർച്ചയിലൂടെ വ്യക്തത വരുത്തേണ്ട കുറെ നിർദ്ദേശങ്ങളുണ്ട്. അതിനോടും ആഭിമുഖ്യമാണ് തങ്ങൾക്കുള്ളത്. കാരണം ഈ യുദ്ധം നിലച്ചു കാണണമെന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ബന്ദികളുടെ കൈമാറ്റത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെടേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്നത് ഈ ആക്രമണം അവസാനിക്കുകയും സൈന്യം പിന്മാറുക എന്നതാണ്. ഏതാണ്ട് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഉടൻ തന്നെ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഹമാസ് എന്ന ഒരുപക്ഷെ ഇതുവരെയും അമേരിക്ക വിലയിരുത്തിയിരുന്നത് ഒരു ഭീകര സംഘടന എന്നാണ്. ആ സംഘടനയുടെ ഈ പ്രതികരണത്തെ തന്നെ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ച ട്രംപ് ഭരണകൂടം, ട്രംപ് വ്യക്തിപരമായി തന്നെ ഏറ്റവും അടിയന്തരമായിട്ട് യുദ്ധം നിർത്തണമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം ഇസ്രായേലിന് നൽകുകയുണ്ടായി. അല്പം മുമ്പ് നെതന്യാഹുവിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. ട്രംപ് നിർദ്ദേശിച്ചത് പ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാൻ താൻ എല്ലാ അർത്ഥത്തിലും സഹകരിക്കും എന്ന ഒരു പച്ചക്കൊടിയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഒരുപക്ഷെ യുദ്ധം നിലയ്ക്കാനുള്ള ഒരു തീരുമാനം വരാൻ പോകുന്നു. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ വൈകാതെ തന്നെ, കാരണം നേരത്തെയുള്ള ഈ 20 പദ്ധതിയിൽ വ്യക്തമാക്കിയിരുന്നത് 72 മണിക്കൂറുകൾക്കകം തന്നെ ഈ ബന്ദികളെ 20ഓളം വരുന്ന ജീവനോടെയുള്ള ബന്ദികളും അതോടൊപ്പം തന്നെ ബന്ദികളുടെ മൃതദേഹങ്ങളും കൈമാറും എന്നാണ് ഈ വ്യവസ്ഥയിലുള്ളത്. അത് അടിയന്തരമായിട്ട് നടപ്പാവുന്നതോടുകൂടി തന്നെ മറ്റ് പദ്ധതിയിലെ വിശദാംശങ്ങൾ അത് പലതും ഹമാസിന്റെയും പലസ്തീൻ താല്പര്യങ്ങൾക്കും എതിരാണ്. പക്ഷെ അതൊക്കെയും തുറന്ന ചർച്ചയിലൂടെ നമുക്ക് വിലയിരുത്താം എന്ന ഹമാസിന്റെ ആ ഒരു നിലപാട് പൂർണ്ണമായി തന്നെ സ്വാഗതം ചെയ്യുന്ന ഒരു ട്രംപിനെയാണ് നമ്മൾ കാണുന്നത്. സൗദി അറേബ്യ, ഖത്തർ, അതോടൊപ്പം തന്നെ ഈജിപ്ത്, തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് പ്രത്യേകം നന്ദി. ഒരുപക്ഷെ ഈ രാജ്യങ്ങളുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ, ആഭ്യന്തരമായിട്ടുള്ള സമ്മർദ്ദം, ലോക രാജ്യങ്ങളിൽ നിന്ന് രൂപപ്പെട്ട അതിശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദം, ഇത് ട്രംപിനെ കൊണ്ട് കുറെ കൂടി ശക്തമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചു എന്ന് വേണം നാം വിലയിരുത്താൻ. കാരണം യുദ്ധം അനിശ്ചിതമായി തന്നെ മുന്നോട്ട് പോകും. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. സൈന്യം ഗസയിൽ തന്നെ തുടരുമെന്ന് പ്രഖ്യാപിച്ച ഒരു നെതന്യാഹുവിനാണ് ഇന്നലെ വൈകിട്ട് വരെ നമ്മൾ കണ്ടത്. പക്ഷെ വളരെ പൊടുന്നനെ അർദ്ധരാത്രിയോടുകൂടിയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള അതിശക്തമായിട്ടുള്ള ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ ഉണ്ടാവുന്നത്. ആ തീരുമാനം അംഗീകരിക്കുകയല്ലാതെ അതിനെ എതിർക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ നെതന്യാഹു ഒറ്റപ്പെടുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബന്ദികളുടെ മോചനം നടക്കുന്നു എന്നതാണ്. ഒരുപക്ഷെ പദ്ധതികൾ അത് നിർണായകമാണ്. അതായത് ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള 20 പദ്ധതികൾ, അതിനെയെല്ലാം തന്നെ ഹമാസ് അംഗീകരിച്ചു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി ഇസ്രായേലിന്റെ തുടർ നീക്കങ്ങൾ, നടപടികൾ, അതെങ്ങനെ? വർഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബന്ദികളുടെ കൈമാറ്റം മാത്രമാണ് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഹമാസ് അംഗീകരിച്ചിരിക്കുന്നത്. ആ ബന്ദികളുടെ കൈമാറ്റത്തിന് തുടർച്ചയായിട്ട് വരുന്ന 19 പദ്ധതികളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പദ്ധതികളിൽ അധികവും ഈ നിരായുധീകരണം ഉൾപ്പെടെയുള്ള, അതോടൊപ്പം തന്നെ ഗസയിലെ ഒരു ഭരണകൂടത്തിന് പോലും തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടാവുകയില്ല. അത് പുറത്തു നിന്നുള്ള ടോണി ബ്ലെയറിന്റെയും ഉൾപ്പെടെയുള്ള ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടുത്തിയുള്ള ഒരു ബദൽ ഭരണ സംവിധാനം വരും എന്നതുൾപ്പെടെയുള്ള വളരെ ഏകപക്ഷീയമായിട്ടുള്ള പല നിർദ്ദേശങ്ങളും അതിലുണ്ട്. അതൊക്കെയും ഇനി ചർച്ചയിലൂടെയായിരിക്കും അതിൽ വ്യക്തത വരേണ്ടത്. കാരണം സൈനിക പിന്മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. ഇപ്പം ഹമാസ് നൽകിയിരിക്കുന്ന പ്രതികരണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഫലസ്തീനികളുടേതായിട്ടുള്ള ഒരു സംവിധാനം വരികയാണെങ്കിൽ, അത് ഫലസ്തീൻ അതോറിറ്റി ആയാൽ പോലും പ്രശ്നമില്ല, അത്തരമൊരു സംവിധാനം വരികയാണെങ്കിൽ അവരുമായിട്ട് നീക്കുപോക്കിന് തങ്ങൾ തയ്യാറാണ്. തങ്ങൾ കൂടി ഉൾപ്പെട്ടിരിക്കുന്ന ഒരു സംവിധാനമായിരിക്കും ഇത്തരം കാര്യങ്ങളിൽ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുക.
എടുക്കുക. അതായത് ഹമാസ് എന്താണോ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതൊക്കെയും പിന്നെ കൃത്യമായി തന്നെ അംഗീകരിക്കുന്ന ഒരു ട്രംപിനെയാണ് ഇന്നലെ അർദ്ധരാത്രി നാം കാണുന്നത്. അതാണ് അദ്ദേഹം സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിലൂടെ ഈ പ്രതികരണം പങ്കുവെക്കുകയും സുസ്ഥിരമായിട്ടുള്ള സമാധാനത്തിന് ഹമാസ് ആഗ്രഹിക്കുന്നതായിട്ട് ലോകത്തെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ഞെട്ടലുളവാക്കിയ കാര്യമാണ്. ഇസ്രായേൽ